വത്തിക്കാനിലേക്കൊന്ന് പോകാം. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ തത്സമയം വത്തിക്കാനിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ലെയോ 14 മാർപ്പാപ്പ പോപ്പ് മൊബൈലിൽ അദ്ദേഹം ഇതാ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വത്തിക്കാൻ ചത്തുരത്തിലൂടെ പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്ന ആ ഒരു വേളയിലും സമാനമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തൊട്ടുമുമ്പ് പോപ്പ് മൊബൈലിൽ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ആ വഴികളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആ തുറന്ന ആ ഒരു പോപ്പ് മൊബൈലിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയും ആ സമാനമായിട്ടുള്ള ആ ശൈലി തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇതാ ലെയോ 14 മാർപ്പാപ്പ ഇതാ വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ആ വീതികളിൽ കൂടി ഇതാ മൊബൈലിൽ യാത്ര ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ജനലക്ഷങ്ങൾ പതിനായിരങ്ങൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. ലെയോ 14 മാർപ്പാപ്പയെ കാണുന്നതിനായി, പുതിയ മാർപ്പാപ്പയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനായി പതിനായിരങ്ങൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അവരുടെ ഇടയിലൂടെയാണ് പോപ്പ് മൊബൈലിൽ അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളെ പല സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ വഴിയിൽ കൂടിയാണ് പോപ്പ് മൊബൈലിൽ ലെയോ 14 മാർപ്പാപ്പ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് വത്തിക്കാൻ്റെ ആ ഒരു സ്കൈ വ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. മാത്രമല്ല വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള വഴിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച. മൊബൈലുകൾ കൈകളിൽ ഏന്തിക്കൊണ്ട്, പതാകകൾ കൈകളിൽ ഏന്തിക്കൊണ്ട് ജനങ്ങൾ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു, അഭിവാദ്യങ്ങൾ അറിയിക്കുന്ന ആ ഒരു ചരിത്ര നിമിഷങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. വത്തിക്കാൻ ചത്തുരത്തിലൂടെ ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പ പത്രോസിൻ്റെ 266 പിൻഗാമി ഇതാ വത്തിക്കാൻ ചത്തുരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച. ജനങ്ങൾക്ക് ആശീർവാദം നൽകിക്കൊണ്ട്, ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ ഇതാ വത്തിക്കാൻ ചത്തുരത്തിലൂടെ പോപ്പ് മൊബൈലിലൂടെ യാത്ര ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. തൻ്റെ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള മാർപ്പാപ്പ ഇപ്പോൾ അവിടെ ജനങ്ങളുടെ ഇടയിൽ പോപ്പ് മൊബൈൽ ഇപ്പോൾ അത് നിർത്തിയിട്ടിരിക്കുന്നു. ഒരു പക്ഷേ ജനങ്ങളെ ആശീർവദിക്കാനായിട്ട് നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തരത്തിൽ പോപ്പ് മൊബൈലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാഹനം ജനമധ്യത്തിൽ നിർത്താറുണ്ട്. കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നതിനായിട്ട്, പാവപ്പെട്ട രോഗികളെ ആശീർവദിക്കുന്നതിനായിട്ട് ഒക്കെ അദ്ദേഹം പലപ്പോഴും വണ്ടി നിർത്തുന്നു, അവരെ ചുംബിക്കുന്നു, അവരെ ആശ്ലേഷിക്കുന്ന കാഴ്ചകളൊക്കെ ചരിത്രം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലെയോ 14 മാർപ്പാപ്പയും ജനങ്ങൾക്ക് ആശീർവാദം നൽകിക്കൊണ്ട്, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ പോപ്പ് മൊബൈലിൽ വത്തിക്കാൻ ചത്തുരത്തിൻ്റെ വിവിധ ആ ഒരു ഡയറക്ഷനിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഒരു നവ്യമായിട്ടുള്ള ഒരു ആത്മീയ അനുഭവം, പുത്തൻ ആത്മീയ അനുഭവം സമ്മാനിക്കുന്ന കാഴ്ച തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ, കാരണം അവർ ഓരോരുത്തരും തങ്ങളുടെ രാജ്യങ്ങളുടെ പതാകകൾ കൈകളിലേന്തിക്കൊണ്ട് മാർപ്പാപ്പയെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. മാർപ്പാപ്പ അവർക്ക് കരങ്ങൾ വീശിക്കൊണ്ട് വളരെയധികം ഊർജ്ജസ്വലനായിട്ട് തന്നെയാണ് മാർപ്പാപ്പ കാണപ്പെടുന്നത്. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം ഒരു 3/4 മണിക്കൂർ, 45 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. സ്ഥാനാരോഹണ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുക. അതിനു മുമ്പ് തന്നെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ലെയോ 14 മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ഇൻസ്റ്റലേഷൻ സെറമണി, ഈ ഒരു ഇനാഗുറൽ മാസം 2013 നടന്ന ആ ഒരു കാലഘട്ടത്തിലും സമാനമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വത്തിക്കാൻ ചത്തുരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ആ ഒരു 4 ഡയറക്ഷനിലും പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ ഇടനാഴികളിൽ കൂടി, ആ വഴികളിൽ കൂടി മാർപ്പാപ്പ കടന്നു വരികയാണ്. മാർപ്പാപ്പ കടന്നു വരുമ്പോൾ ആ വഴികളിൽ കൂടി മാർപ്പാപ്പ കടന്നു വരുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് ജനങ്ങൾ ഓടുന്ന ഒരു കാഴ്ച പ്രേക്ഷകർക്ക് തത്സമയം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വത്തിക്കാനിൽ നിന്നും അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ലെയോ 14 മാർപ്പാപ്പ ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗം സഭയ്ക്ക് സമ്മാനിച്ച, ലോകത്തിന് സമ്മാനിച്ച ലെയോ 14 മാർപ്പാപ്പ ഇതാ വത്തിക്കാൻ ചത്തുരത്തിലൂടെ തൻ്റെ അജഗണങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, അവരെ ആശീർവദിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ആബാലവൃത്തം ജനങ്ങളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാർപ്പാപ്പയുടെ ആ പോപ്പ് മൊബൈൽ കടന്നു പോകുന്ന ആ ഡയറക്ഷനിലേക്കൊക്കെ ജനങ്ങൾ ഓടുന്ന ഒരു കാഴ്ച. മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ, മാർപ്പാപ്പയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ പ്രിയപ്പെട്ട ഇടയനെ കാണുവാൻ വേണ്ടിയിട്ട്, ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഓടിക്കൂടുന്ന ഒരു കാഴ്ച. ആ വത്തിക്കാൻ്റെ ആ ഒരു സ്കൈ വ്യൂ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക. വത്തിക്കാൻ ചത്തുരം ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു. വത്തിക്കാനിലേക്കുള്ള വഴികളിലൊക്കെ ഇതുപോലെ തന്നെ പതിനായിരങ്ങൾ, ആയിരങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. ഒപ്പം ആ വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള ആ വഴിയിലൊക്കെ തത്സമയം ദൃശ്യങ്ങൾ കാണുന്നതിനുള്ള സംവിധാനമൊക്കെ വത്തിക്കാൻ ഒരുക്കിയിട്ടുണ്ട്.
പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ഏറ്റവും ആ ഒരു പിൻഭാഗത്തു കൂടിയാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ ആ പോപ്പ് മൊബൈൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കൊക്കെ ആയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇടമൊക്കെയുണ്ട്. ആ വഴിയിൽ കൂടി ഇപ്പോൾ മാർപ്പാപ്പയുടെ ആ പോപ്പ് മൊബൈൽ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ആ ഒരു പിൻവശത്തു കൂടിയാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ പോപ്പ് മൊബൈൽ യാത്ര ചെയ്യുന്നത്. അതായത് വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള പ്രധാന ആ ഒരു ഇടനാഴി വത്തിക്കാൻ ചത്തുരത്തിലേക്ക് സംഗമിക്കുന്ന ആ ഒരു വഴിയിൽ കൂടി ഏറ്റവും ബാക്കിൽ കൂടി, അതായത് സാധാരണ ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടാറുള്ള ഒരു പ്രദേശമാണ് അത്. പ്രേക്ഷകർക്ക് ആ ഒരു സ്കൈ വ്യൂ കൃത്യമായിട്ടും കാണാൻ സാധിക്കും. ആ വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള പ്രധാന ആ ഒരു ഇടനാഴിയിൽ കൂടിയാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചത്തുരത്തിലുടനീളം മാർപ്പാപ്പ സഞ്ചരിക്കുകയാണ്, മുക്കിലും മൂലയിലും മാർപ്പാപ്പ സഞ്ചരിക്കുകയാണ്. ആ സെൻട്രൽ വീതി പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക. സെൻട്രൽ വീതി അതാണ് വത്തിക്കാൻ ചത്തുരത്തിലേക്ക് നയിക്കുന്ന പ്രധാന വീതി. അതിലേക്കും ആ വഴിയിലേക്കും, അതായത് ചത്തുരത്തിന് പുറത്തേക്കും എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ ഇപ്പോൾ കടന്നു വരികയാണ്. പോപ്പ് മൊബൈൽ ഇപ്പോൾ കടന്നു വരികയാണ്. അതൊരു പക്ഷേ ചരിത്രത്തിൽ ഒരു അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് വത്തിക്കാൻ ചത്തുരത്തിന് പുറത്തേക്ക്, ആ വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള ആ ഒരു വഴിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീതിയിലേക്ക് മാർപ്പാപ്പയുടെ വാഹനം ഇതാ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ആ പുറത്തും നിരവധി ജനങ്ങൾ മാർപ്പാപ്പയെ കാണുന്നതിനായിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരെ കാണുന്നതിനും അവരുടെ അഭിവാദ്യം സ്വീകരിക്കുന്നവരെ പ്രത്യഭിവാദ്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ടായിരിക്കും മാർപ്പാപ്പ അവിടേക്ക് കടന്നു വരുന്നത്. അത് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു നിമിഷം തന്നെയാണ്, ഒരു അപൂർവമായിട്ടും സംഭവിക്കുന്നൊരു നിമിഷം തന്നെയാണ്. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ ആ പുറത്തേക്കുള്ള വീതിയിലേക്ക് മാർപ്പാപ്പയുടെ മൊബൈൽ നീങ്ങിയിരിക്കുന്നു. അവിടെയും കർശന സുരക്ഷാ സംവിധാനങ്ങൾ അവിടെയും ഒരുക്കിയിട്ടുണ്ട്. അവിടെയും ഇത് ആ വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള പ്രധാന വീതിയാണ്. പലപ്പോഴും നമ്മൾ തത്സമയം അവിടെ ഇപ്പോൾ മാർപ്പാപ്പ കടന്നു പോകുന്ന ആ വഴിയിൽ നിന്നുകൊണ്ട് പലപ്പോഴും തത്സമയം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടി ഇതാ മാർപ്പാപ്പ കടന്നു വരുന്ന ആ ഒരു സാഹചര്യമാണ് പ്രേക്ഷകർ കാണുന്നത്. വത്തിക്കാൻ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ വത്തിക്കാൻ്റെ ചുറ്റളവിന്, ആ ചുറ്റുമതിലിന് പുറത്തേക്ക് മാർപ്പാപ്പ ഇതാ വന്നിരിക്കുന്നു. ആ വഴിയിലേക്കും മാർപ്പാപ്പ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തുകയാണ്. കാരണം വത്തിക്കാൻ ചത്തുരത്തിൽ ഉള്ളതിനേക്കാൾ ഒരു ഇരട്ടി ജനങ്ങൾ ആ വഴിയിൽ ഉടനീളം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷ വേളയിലും പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത ആ ഒരു വേളയിലും അവിടെയും നമുക്ക് പതിനായിരങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആ വഴിയിൽ കൂടി മാർപ്പാപ്പ കടന്നു വരിക എന്ന് പറയുന്നത് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവം തന്നെയാണ്. ആ വഴിയിൽ കൂടി മാർപ്പാപ്പ കടന്നു വന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ആയിരങ്ങൾ പതിനായിരങ്ങൾ ആ വഴിയിലെ ഇരു വീതികളിലുമായി മാർപ്പാപ്പയെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ചിലപ്പോൾ അപ്രത്യക്ഷമായിട്ടായിരിക്കും മാർപ്പാപ്പ ആ ഒരു വഴിയിൽ കൂടി. കാരണം പ്രത്യേകിച്ച് വത്തിക്കാൻ ചത്തുരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വഴിയിൽ കാത്തിരിക്കുന്ന നിരവധി ജനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് കൂടി മാർപ്പാപ്പ എത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരങ്ങൾ അല്ല പതിനായിരങ്ങൾ തന്നെ അവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നു. മാർപ്പാപ്പ ആ വഴിയിലൂടെ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വഴിയുടെ ഇരുവശത്തേക്കും ജനങ്ങൾ ഓടിക്കൂടുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഇടയനെ കാണുന്നതിനായി, തങ്ങളുടെ പരമാചാര്യനെ കാണുന്നതിനായി, പത്രോസിൻ്റെ 266-ാമത്തെ ഗാമിയെ കാണുന്നതിനായി, 267-ാമത്തെ മാർപ്പാപ്പയെ കാണുന്നതിനായി പതിനായിരങ്ങൾ അവിടേക്ക് ഓടിക്കൂടുന്നു. ചിലർ തങ്ങളുടെ കുട്ടികളെയൊക്കെ ഉയർത്തുന്നുണ്ട് മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി. മൊബൈൽ ഫോണുകളൊക്കെ കൈകളിലേന്തിക്കൊണ്ട് മാർപ്പാപ്പയുടെ തൊട്ടടുത്തു നിന്നുള്ള ആ ഒരു ചിത്രം ഒപ്പിയെടുക്കുവാൻ വേണ്ടി പതിനായിരങ്ങൾ അവിടേക്ക് എത്തുന്നു. എല്ലാവരെയും മാർപ്പാപ്പ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. തങ്ങളുടെ കരങ്ങൾ വീശിക്കൊണ്ട് വളരെ ഊർജ്ജസ്വലനായി പുഞ്ചിരിയോടുകൂടി തന്നെ മാർപ്പാപ്പ എല്ലാവരെയും, റോഡിൻ്റെ ഇരുവശത്തും നിൽക്കുന്ന എല്ലാവരെയും മാർപ്പാപ്പ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, ഇത് വത്തിക്കാൻ ചത്തുരമല്ല, വത്തിക്കാൻ ചത്തുരത്തിന് പുറത്തേക്ക് മാർപ്പാപ്പ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോമ പട്ടണത്തിലേക്ക് മാർപ്പാപ്പ വരികയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അല്പം കൂടി കഴിഞ്ഞാൽ ആ റോമ പട്ടണത്തിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്തിലേക്ക് ഉള്ള ആ ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ കടന്നു വരും. അതുകൊണ്ട് ഇപ്പോൾ ഇതാ റോമ പട്ടണത്തിലേക്ക് മാർപ്പാപ്പ കടന്നു വരികയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും വളരെയധികം ദൂരം മാർപ്പാപ്പ പിന്നിട്ടിരിക്കുന്നു, പോപ്പ് മൊബൈൽ പിന്നിട്ടിരിക്കുന്നു. വത്തിക്കാൻ ചത്തുരത്തെ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വഴിയിലൂടെയാണ് മാർപ്പാപ്പ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കറിയാം അനവധി ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പയുടെ പോപ്പ് മൊബൈൽ മുന്നോട്ട് പോകുന്നത്. ലെയോ 14 മാർപ്പാപ്പ 2000 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അമേരിക്കക്കാരനായിട്ടുള്ള മാർപ്പാപ്പ, അഗസ്റ്റീനൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള മാർപ്പാപ്പ, ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ ലോകത്തിൻ്റെ ഹൃദയം കവർന്ന മാർപ്പാപ്പ, ആടുകളുടെ മണമുള്ള ഇടയൻ എന്ന ആ ഒരു വാക്ക് അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന പാപ്പ, മിഷണറി ചൈതന്യമുള്ള പാപ്പയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. റോബിൻ, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വത്തിക്കാൻ ചതുരത്തിൽ ഒരു 10,000-60,000 മുകളിൽ ആളുകൾ വത്തിക്കാൻ ചതുരത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ പുറം ഭാഗത്തേക്ക് കൂടി പാപ്പ ഇങ്ങനെ ഇറങ്ങി വരും, ഈ വഴി സൈഡിൽ
ഇത്രയും ആളുകൾ നിൽക്കുന്നു പറയുമ്പോൾ എത്രത്തോളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു ജനബാഹുല്യത്തിന്റെ കാര്യം എനിക്ക് തോന്നുന്നു അങ്ങേക്ക് കൂടുതൽ ഇച്ചിരി കൂടെ വ്യക്തമായിട്ടത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നാറ്. അതെ തീർച്ചയായും നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ആ ഒരു വഴിയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും വലിയ ക്രൗഡഡ് ആയിട്ടുള്ള വലിയ ഫംഗ്ഷൻസ് ഒക്കെ വത്തിക്കാനിൽ നടക്കുമ്പോൾ അവിടേക്ക് പ്രവേശനം ലഭിക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരു തിരക്ക് മൂലം അങ്ങോട്ട് വത്തിക്കാൻ ചത്വരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോകുന്ന ജനങ്ങൾ അവിടെയാണ് നിൽക്കാറുള്ളത്. ഇപ്പോൾ മാർപ്പാപ്പ കടന്നു പോകുന്ന ആ വഴിയിലാണ് നിൽക്കാറുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആവേശം തന്നെയാണ്. കാരണം അല്പം കൂടി നേരിട്ട് തന്നെ മാർപ്പാപ്പയെ കാണാനുള്ള വലിയൊരു ഭാഗ്യം തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പക്ഷേ അപൂർവമായിട്ടായിരിക്കും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. നമുക്കത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് തിരിച്ച് എനിക്ക് തോന്നുന്നു മാർപ്പാപ്പയുടെ വാഹനം തിരിച്ച് വീണ്ടും ആ വഴിയുടെ അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ച് വീണ്ടും വരികയാണ്. അത് ജനങ്ങൾക്ക് ഏതായാലും വലിയൊരു ആവേശമാണ്, പുതിയൊരു അനുഭവം തന്നെയാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും പുറത്തേക്ക്, വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും പുറത്തേക്ക് മാർപ്പാപ്പ പോയിരിക്കുന്നു. വത്തിക്കാൻ ചത്തുരത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തലങ്ങും വിലങ്ങും മൊബൈൽ സഞ്ചരിച്ച ശേഷമാണ് പുറത്തേക്ക് കൂടി വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് സമ്മാനിച്ച ഒരു ആവേശം എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളെയും ഒക്കെ കൈകളിലേന്തി യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്.